കർത്താവിൻ്റെ പുണ്യ തിരുനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഒരു പ്രഭാത വന്ദനം ഞാൻ ആദ്യമായി നേരുകയാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ രാത്രിയുടെ യാമങ്ങളിൽ ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. പ്രഭാതത്തിൽ ദൈവം നമ്മളെ ഉണർത്തിയല്ലോ. ആ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ സ്തോത്രം പറയുകയാണ്. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ മന്ന ഭക്ഷിക്കുവാൻ ദൈവം നമ്മളെ ഒരുക്കട്ടെ. അതിന് ആ ദൈവത്തിന് സ്തോത്രം അതിനാധാരമാക്കി ഒരു വാക്യം ഞാനിവിടെ വായിക്കുന്നു. അപ്രകാരം തന്നെ അതിൻ്റെ തലേക്കെട്ടിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: നേതൃത്വം ആരോഗ്യവനീകരണം ശീലിക്കുകയും പഠിപ്പിക്കുകയും വേണം എന്നുള്ളതാണ്. അതിനെ ആസ്പദമാക്കിയ ഒരു തിരുവചനത്തിന്റെ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. സങ്കീർത്തനം 66:5. വന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കുവിൻ, അവൻ മനുഷ്യപുത്രന്മാരിലുള്ള തൻ്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. ഇന്ന് ഒരു വലിയ പാട്ടായി തന്നെയാണ് അനേക ദൈവദാസന്മാർ എഴുതിയിരിക്കുന്നത്. മോശ എഴുതിയിട്ടുണ്ട്, ദാവീദ് എഴുതിയിട്ടുണ്ട്, ശലോമോൻ എഴുതിയിട്ടുണ്ട്, കോരഹപുത്രന്മാർ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ അനവധി ആൾക്കാർ ഈ സങ്കീർത്തനങ്ങൾ എഴുതുന്നുണ്ട്. എന്നാൽ ദാവീദ് സങ്കീർത്തനം എഴുതുമ്പോൾ അവൻ ദൈവത്തിന്റെ പ്രവൃത്തികളെ മാത്രം കണ്ടുകൊണ്ട് അതിനെ വിവരിച്ചുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനങ്ങൾ പലതും എഴുതിയിട്ടുള്ളത്. ദാവീദിന്റെ ജീവിതത്തിൽ ചെയ്തതായ വൻ കാര്യങ്ങൾ, അവൻ വലിയൊരു സാക്ഷിയായി ദേശത്ത് നിലകൊള്ളുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കുവീൻ. സ്തോത്രം. ഇന്ന് നമ്മുടെ കണ്ണിന്റെ മുൻപിൽ കാണുന്നതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയും അല്ലാതെ വേറൊരു പ്രവൃത്തി ഈ ലോകത്തിലില്ല. ദൈവത്തിന്റെ പ്രവൃത്തി വലിയ ശക്തമായിരിക്കുന്ന അഥവാ വലിയ അത്ഭുത പ്രവൃത്തികൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തൻ്റെ പ്രവൃത്തി ഭയങ്കരൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നാം എപ്പോഴും ദൈവത്തിന്റെ മഹിമയെയും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയെയും കുറിച്ച് സംസാരിക്കുന്നവരായിരിക്കണം. എൻ്റെ ദൈവം ആരാണ്, എത്ര ശക്തിയുള്ളവനാണ്, എത്ര മഹാനാണ്, ആ ദൈവത്തെ വലിയ സാക്ഷീകരിക്കുന്നതായ ഒരു വ്യക്തിയായി തീരണം എന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ മനുഷ്യപുത്രന്മാരുടെ നടുവിൽ ദൈവം കാണിച്ചതായ അത്ഭുത പ്രവൃത്തി, മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ വലിയ, ദൈവത്തിന് സ്തോത്രം, വലിയതായിരിക്കുന്ന ഒരു വലിയ അത്ഭുത പ്രവൃത്തികൾ തന്നെയാണ്. ലോകത്തെ ദൈവം സൃഷ്ടിച്ചതും അതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചതൊക്കെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി തന്നെയാണ്. സാധാരണ ഒരു മനുഷ്യന്റെ കരവിരുതുകളല്ല, ഒരു മനുഷ്യന്റെ ബുദ്ധിയോ സൃഷ്ടിപ്പോ അല്ല. എന്നാൽ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചതായ ഒരു ദൈവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ മുമ്പ് നമ്മളിരിക്കുന്ന കസാര, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മേശ, ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒന്ന് വരും, എന്താണ്? ഇതിന്റെ പിന്നിൽ ഒരു അധ്വാനമുണ്ട്, ഇത് പണിഞ്ഞ ഒരു കാർപ്പൻ്റർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിനെ സൃഷ്ടിച്ച ഒരു വ്യക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഈ അഖിലാണ്ടത്തെ സകലചരാചരങ്ങളെ സൃഷ്ടിച്ചതായിരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ മുൻപിലുണ്ട് എന്ന് ഈ നാളുകളിൽ നാം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ദൈവ പ്രവൃത്തിയെ പറ്റി നാം മറ്റുള്ളവരോട് പറയണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ മറ്റുള്ളവരോട് ദൈവത്തിന്റെ പ്രവൃത്തിയെ പറഞ്ഞില്ല എങ്കിൽ അവർ ജീവനുള്ള ദൈവത്തെ അവർക്കറിയുവാനോ മനസ്സിലാക്കുവാനോ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി മനുഷ്യപുത്രന്മാരിൽ വലിയതാണ് ചെയ്തിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരുവൻ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമെങ്കിൽ ആ ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും യേശുവിനെ സ്നേഹിക്കുന്നവരും ആയി തീർന്നുവെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് യേശുവിന്റെ അത്ഭുത പ്രവർത്തികളെ, ദൈവത്തിന് സ്തോത്രം, ഭയങ്കര കാര്യങ്ങളെ വെളിപ്പെടുത്തുവാനും മറ്റുള്ളവരോട് പറയുവാൻ കഴിയുകയുള്ളൂ. ഒരുവൻ മാനസാന്തരപ്പെട്ട് കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവൻ ഒരു പുതിയ സൃഷ്ടിയായി കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു വ്യക്തി ഒരു നല്ല തീരുമാനം, ഒരു ഉടമ്പടി, ഒരു പ്രതിഷ്ഠയുള്ളവരായി തീരണം. ദൈവത്തിന് വചനം മത്തായി സുവിശേഷം 16:24 പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് എൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. നമ്മൾ ത്യജിക്കേണ്ടതെല്ലാം എന്ത് ചെയ്യണം? ത്യജിക്കണം. നമ്മൾ ഓർക്ക് എന്താണ് ത്യജിക്കേണ്ടത്? നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്ത നമ്മൾ വസ്ത്രമാണെങ്കിലും ആഹാരമാണെങ്കിലും പാനീയമാണെങ്കിലും മത്സ്യമാണെങ്കിലും മാംസമാണെങ്കിലും നാം ഭക്ഷിക്കുന്നതായ ദൈവത്തിന് വിരോധമായിരിക്കുന്ന എന്താണെങ്കിലും അത് നമ്മൾ വർജിക്കുന്നതായിരിക്കണം. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരമായിരിക്കാം, അത് ചിലപ്പം ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ആഹാരമായിരിക്കും നമ്മൾ കഴിക്കുന്നത്. പക്ഷെ അതിനെ കർത്താവിന് വേണ്ടി അതെല്ലാം ത്യജിച്ച് കളയണം. അന്നെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് യേശുവിന്റെ ക്രൂശെടുത്ത് അവനെ അനുഗമിക്കുവാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം,
ആദാവും ഹവ്വായും ദൈവത്തിന് സ്തോത്രം കായ്കനികളെ ഭക്ഷിച്ച് നല്ല ആരോഗ്യമുള്ളവരായി, ബലമുള്ളവരായി, തേജസ്സുള്ളവരായി, വളരെ ഭംഗിയുള്ളവരായി തന്നെയാണ് ജീവിച്ചത്. പക്ഷേ പാപത്തിന്റെ അപ്പുറം ചെന്ന് പാപം കഴിഞ്ഞുള്ള സമയത്തിൽ മനുഷ്യന്റെ ആഹാര രീതികൾ പോലും മാറിപ്പോയപ്പോൾ അവരുടേതായിരിക്കുന്ന ശരീരപ്രകൃതികൾ, അവരുടെ നിറങ്ങൾ, അവരുടെ സൗന്ദര്യങ്ങൾ, അവരുടെ തേജസ് ഇതെല്ലാം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. അവിടെ നിന്നൊരു മടങ്ങി വരവാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് എന്റെ ക്രൂശെടുത്ത് അനുഗമിക്കട്ടെ. തന്നെത്താൻ നമ്മെപ്പോഴും ത്യജിച്ചും കർത്താവിന് വേണ്ടി സകലതും ഉപേക്ഷിക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്തിട്ടുണ്ട്, ഭയങ്കര കാര്യങ്ങളെ ചെയ്തിട്ടുണ്ട്. തൻ്റെ ജനത്തെ ഉണങ്ങിയ നിലത്തുകൂടി നടത്തിയെന്നാണ് സങ്കീർത്തനം 66 അധ്യായത്തിന്റെ 5, 6 വാക്യം താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നത് തൻ്റെ ജനത്തെ ഉണങ്ങിയ നിലത്തുകൂടി നടത്തി. അത് ഭയങ്കര കാര്യമാണ്. നമുക്കറിയാം, വലിയ ചെങ്കടല് അതിനെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഉണങ്ങിയ നിലത്തുകൂടി തന്റെ ജനത്തെ നടത്തി. അത് ദൈവത്തിന്റെ ഭയങ്കര കാര്യമല്ലേ? അത് മറ്റുള്ളവരോട് നാം പറയുന്നവരായിരിക്കണം. എൻ്റെ ദൈവം ഭയങ്കരനാണ്, എൻ്റെ ദൈവത്തിന് വലിയവനാണ്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, അവൻ സമാധാനത്തിന്റെ പ്രഭു എന്ന് നാം മറ്റുള്ളവരോട് സാക്ഷീകരിക്കുമ്പോൾ അപ്രകാരം ദൈവം ആരാണെന്ന് തൻ്റെ ജനം അറിയുവാനിടയായി തീരും. ദാവീദ് പറഞ്ഞു, ദൈവമേ, നീ ഞങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് ഭാരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രമെടുത്ത് സകല ജനവും കാണെ നേർച്ചയെ കഴിക്കും. തൻ്റെ ജനത്തെ ഉണങ്ങിയ നിലത്തുകൂടി സ്തോത്രം നടത്തിയതായ ദൈവമാണ്. മാറായി ചെന്ന് മധുരമാക്കി തീർത്തതാണ്. സ്തോത്രം. തീക്കൽ പാറയിൽ നിന്ന് വെള്ളം കൊടുത്തവർക്ക് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വലിയ അത്ഭുത പ്രവൃത്തികൾ തന്റെ ജനത്തിന് വേണ്ടി ദൈവം ചെയ്തിട്ടുണ്ട്. നാം ദൈവത്തോട് അടുത്ത് ചെല്ലണം. ദൈവത്തിന്റെ പ്രവൃത്തി അറിയണമെങ്കിൽ നാം ദൈവത്തോട് അടുത്ത് ചെല്ലണം. അകന്നു നിന്ന, ദൂരത്ത് നിന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ അവന്റെ പ്രവൃത്തികളെ നമുക്ക് കാണുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ, വന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കുകയും അവൻ ഭൂമിയിൽ എത്ര വലിയ അത്ഭുത പ്രവൃത്തിയാണ് ചെയ്തത്. മനുഷ്യന്റെ നടുവിൽ ദൈവം എത്ര അത്ഭുത പ്രവൃത്തിയാണ് ചെയ്തത്. ഭയങ്കര കാര്യങ്ങളെ അവൻ നടത്തി. അതുകൊണ്ട് ആ ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. ആ ദൈവകരങ്ങളിലേക്ക്, അവന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് ചെല്ലാം. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളെ ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഈ പ്രഭാതത്തിൽ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, നിന്റെ മാറ്റമില്ലാത്ത വചനത്തെ കർത്താവെ ശ്രവിക്കുവാൻ എൻ്റെ സ്വർഗത്തിൽ ദൈവം ഞങ്ങളെ നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് വചനം കേട്ട എല്ലാവരും ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കണമേ. അവരെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.